നമസ്കാരം. നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമേരിക്കൻ വാർ ഓൺ ഇൻഡിപെൻഡൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. അത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനലിനും മറ്റ് മെറ്റീരിയലുകളുമായിട്ട് ഇതിൻ്റെ ഒട്ടേറെ വീഡിയോ ഒക്കെ ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായി ചോദ്യോത്തരങ്ങൾ എഴുതിയെടുത്ത് വേണം പഠിക്കാൻ. നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യോത്തര രൂപത്തിൽ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് തന്നെ പഠിക്കണം. ഞാൻ ക്ലാസ് ഇറക്കുമ്പോൾ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് പഠനം തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിവേ, ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് ഈ അദ്ദേഹത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ 1789. 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. ഇറ്റ് വാസ് എ അജിറ്റേഷൻ ഫ്രം ദ പീപ്പിൾ. ഇറ്റ് വാസ് എ മാസ് മൂവ്മെൻറ്റ്. ഒരുപക്ഷെ ഇത്രയും ജനങ്ങൾ ഒന്നിച്ച് പങ്കെടുത്ത് ഭരണാധികാരികൾക്കെതിരെ കലാപത്തിനിറങ്ങിയത് ചരിത്രത്തിലെ ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ആദ്യത്തെ സംഭവങ്ങളൊന്നാണ്. ഇറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ 1789. അപ്പോൾ നമുക്ക് അതിൻ്റെ വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഡിസ്കസ് ചെയ്യാം. 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചത്. അതിലൊന്ന് പുസ്തകത്തിൽ കുറേ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ടൈം ഫ്രാൻസ് വാസ് റൂൾഡ് ബൈ ബൂർബൻ ഡൈനാസ്റ്റി. ബൂർബൻ ചക്രവർത്തിമാരാണ് ആ സമയത്ത് ഫ്രാൻസ് ഭരിച്ചത്. ഇവരുടെ ഒരു ഓട്ടോക്രാറ്റിക് റൂൾ, ഏകാധിപത്യം, രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യം എന്ന് വിശേഷിപ്പിക്കാം. ദാറ്റ് ക്രിയേറ്റ് മിസറീസ് ടു ദ പീപ്പിൾ. ദ കിങ്സ്, അവരെ ലൂയിസ് രാജാക്കന്മാരെന്ന് വിളിക്കുക. പണ്ട് രാജാക്കന്മാരുടെ പേരെങ്ങനെയാണ്? 1-ാമൻ, 2-ാമൻ, 14, 15, 16. 16-ാമൻ്റെ കാലഘട്ടത്തിലാണ്, ലൂയിസ് 16-ാമൻ്റെ കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അവരുടെ ഒരു പുസ്തകത്തിൽ അവർക്ക് സ്കോണ്ടേഴ്സ് എന്നാണ്, ആഡംബരപൂർണമായ ജീവിതം. ദേ ലെഡ് എ ലക്ഷൂറിയസ് ലൈഫ്, കളക്ടിങ് ടാക്സസ് ഫ്രം ദ പീപ്പിൾ, ലെഡ് എ ലക്ഷൂറിയസ് ലൈഫ്. ദിസ് ഓട്ടോക്രാറ്റിക് റൂൾ, they didn't consider the welfare of the people. ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഉള്ളൊരു ഭരണമാണ് ഫ്രാൻസിൽ നടന്നത്. സോ ദിസ് ഓട്ടോക്രാറ്റിക് റൂൾ ക്രിയേറ്റ് മിസറീസ് ടു ദ പീപ്പിൾ. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായി. മാത്രമല്ല, ദ കിങ്സ് ബിലീവ് ദാറ്റ് ഡിവൈൻ റൈറ്റ് തിയറി എന്നൊരു തിയറി പണ്ട് യൂറോപ്പിലെ രാജാക്കന്മാരുണ്ടാക്കിയിട്ടുണ്ട്. ഈ ലോവർ ക്ലാസ്സസ് യു ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദാറ്റ്. വാട്ട് ഈസ് ഡിവൈൻ റൈറ്റ് തിയറി? ദ ഗോഡ് അപ്പോയിന്റ് ദ കിങ്. കിങ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഗോഡ്. സോ ഓൺലി ദ ഗോഡ് ക്യാൻ ക്വസ്റ്റ്യൻ ഹിം. ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു റൂൾ ദ പീപ്പിൾ. ഗോഡ് സെൻഡ് ഹിം ടു റൂൾ. ദാറ്റ് വാസ് എ ഡിവൈൻ റൈറ്റ് തിയറി. ദ കിങ് ബിലീവ് and argue that people have no right to question the kings. It was a general belief of all the kings that time. So the people led a very miserable life. That will create dissatisfaction among the minds of the people. പുസ്തകത്തിൽ 3-4 കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. രാജാക്കന്മാരുടെ ആ ഒരു ഓട്ടോക്രാറ്റിക് മൈൻഡിൻ്റെ. ഐ ആം ദ സ്റ്റേറ്റ്, ഒരു രാജാവ് പറഞ്ഞാണ്, ലൂയിസ് 14th, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ അനുസരിക്കണം, ഞാൻ ചെയ്യുന്ന കനോട്ട് ബി ക്വസ്റ്റ്യൻ ബിക്കോസ് ഗോഡ് സെൻഡ് മീ ടു റൂൾ. എത്രത്തോളം ധിക്കാരപരം ഒരു വാചകമാണ്. വേറെ ആഫ്റ്റർ മീ ദ ഡെല്യൂക്ക്, എനിക്ക് ശേഷം പ്രളയമാണ്. പുസ്തകത്തിലെ കൊട്ടേഷനുകളാണ് ഞാൻ പറയുന്നത്. അത് ലൂയിസ് 15th പറഞ്ഞാണ്. വിപ്ലവം നടക്കുന്ന ലൂയിസ് 16th കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്ന മേരി ആൻ്റോണിയറ്റ് പറഞ്ഞൊരു വാചകമുണ്ട്. If they cannot eat bread, let them eat cake. റിഡിക്കുലസ് ഇതാണ്, പരിഹസിച്ചാണ് സാധാരണക്കാരെ. ബ്രെഡ് കഴിക്കാനില്ലെങ്കിൽ അവർ കേക്ക് കഴിച്ചോട്ടെ എന്നാണ്. നമുക്കറിയാം ബ്രെഡ് ചീപ്പായൊരു സാധനമാണ്. കേക്ക് വളരെ വില പിടിച്ച. ബ്രെഡ് വാങ്ങാൻ പോലും കഴിയാത്ത ആളുകളോട് കേക്ക് പോയി കഴിക്കാൻ തരത്തിലെ റിഡിക്കുലസ് സ്റ്റേറ്റ്മെൻറ്റ്, വളരെ പരിഹാസ രൂപത്തിലുള്ള. ദിസ് വാസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കിങ്സ് ടു ദ പീപ്പിൾ. മാത്രമല്ല, ആ സമയത്ത് ഫ്രാൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നത് 9/10 of the population died of hunger and 1/10 of indigestion. ഫ്രാൻസിൽ 10-9 ആളും വന്ന്
പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ 10 ഒരാൾ ഇൻഡൈജഷൻ, അമിതമായി ഭക്ഷണം കഴിച്ച് ഡൈജസ്റ്റ് ആവാതെ മരിക്കുക. ദിസ് വാസ് ദ സിറ്റുവേഷൻ ദാറ്റ് ടൈം ഫ്രാൻസ്. People led a very miserable life. Hunger, poverty, everything destroyed the life of the people. This autocratic rule, naturally people have no idea about what can be done. So this led an agitation from the minds of the people against the rulers. The first reason for the French Revolution was the autocratic rule, which create miseries, poverty to the people, and so many people died with hunger. Everything destroyed their life. This situation automatically created discontent. ജനങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് വഴിതെളിയിക്കും. രണ്ടാമത്തെ കാരണം സോഷ്യൽ കോസസ് ആണ്. That time French society was divided into 3 groups known as 3 estates, separate strata. French society was divided into 3 estates, 3 groups, 3 stratas. 3 തട്ടുകളായി, 3 layers ആയിട്ട് ഫ്രഞ്ച് സൊസൈറ്റി ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. These layers or strata are known as estate. ഇതിനെയാണ് എന്ത് വിളിക്കുക? എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തട്ടുകൾ എന്നാണ് അർത്ഥം. First estate and second estate are the privileged people. That means they are supporting the king. They get so many privileges from the Bourbon dynasty or the king. For example, first estate comprising with clergy, പുരോഹിതന്മാരാണ്. ആ സമയത്ത് ഫ്രാൻസിലെ ഭൂരിപക്ഷം ഭൂമിയും പുരോഹിതന്മാരുടെ കയ്യിലാണ്. held a vast areas of land. They have the right to collect taxes from farmers. At the same time, they were exempted from the payment of taxes. ഇവരുടെ ഭൂമി അവരുടേതാണ്, അവരാണ് അധികാരം അടുത്ത് നിൽക്കുന്നത്. അവർ നികുതി കൊടുക്കേണ്ട, പക്ഷേ അവർക്ക് നികുതി പിരിക്കാനുള്ള അവകാശം. ദിസ് ഡിസ്ക്രിമിനേഷൻ. ആ സെക്കൻഡ് എസ്റ്റേറ്റ് കംപ്രൈസിങ് ദ നോബിൾസ്, പ്രഭുക്കന്മാരാണ്. അവരുടെ പണി പ്രധാനമായും സൈന്യത്തിൽ സേവനം ചെയ്യലാണ്. ദേ ആർ എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്. ദേ ഹാവ് ഓൾസോ ഗോട്ട് സോ മെനി പ്രിവിലേജസ്. അവർക്കും ഒരുപാട് പ്രിവിലേജ് ഉണ്ട്. They are also exempted from the payment of taxes. At the same, they have also the right to collect taxes. So the first and 2 estate have the privileged people. That means they have some special privileges. These 2 groups have the right to collect taxes. At the same time, they were exempted from the payment of taxes. അവർ ടാക്സ് കൊടുക്കേണ്ട, പക്ഷേ മറ്റുള്ളവർ ടാക്സ് പിരിക്കാനുള്ള അവകാശം. സ്വാഭാവികമായി ഇതിൻ്റെ എല്ലാം ദുരിതവും പേറേണ്ടി വന്നത് തേർഡ് എസ്റ്റേറ്റിനാണ്. പ്രധാനമായി ദ മിഡിൽ ക്ലാസ്, ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ്, writers, lawyers, the middle class people, officials, teachers and bankers. Generally we can say common people. They have no privileges. They were compelled to pay all the taxes. They have no role in the administration. They have no role in the administration. This kind of discrimination in the French society was the root cause for the French Revolution. So I told you 2 reasons. First, autocratic rule. Second is the division of the French society. Social discrimination towards the common people. All this led an agitating mood in the minds of the people. So, we are discussing 2 important points. One more causes, that is the influence of the philosophers. Next class I will take. So I told you 2 causes for French Revolution. One is the autocratic rule of the French Bourbon kings. Second one is the inequalities in the French society, the division of the French society. So that's all. Tomorrow meet you again.